വല്യമ്മ അല്ലേ ഇവിടെ? വല്യമ്മ, വല്യമ്മ, ആരാ എന്നെ വിളിക്കണേ? അല്ല, ഈ ഇപ്പളായി വന്നേ മോളെ. ഞാൻ കുറച്ചു നേരം മുമ്പേ എൻ്റെ ഉമ്മൻ്റെ അടുത്ത് ചോദിച്ചീനി മോള് വന്നീലേന്ന്. അപ്പം എന്നോട് പറഞ്ഞ് ചിലപ്പം വൈകുന്നേരം വരും, അല്ലെങ്കിൽ നാളെ വരുമെന്ന്. സന്തോഷമായി മോളെ, അമ്മനെ കാണാൻ വന്നു. ഉമ്മ കാണിച്ചു തന്ന്, ഈ ഉമ്മക്ക് വാങ്ങിക്കൊടുത്ത തുണി കുപ്പായൊക്കെ അമ്മ എനിക്ക് കാണിച്ചു തന്നിക്കണേ. സന്തോഷമായി മക്കളെ. ചോറൊക്കെ തിന്നോ മോളെ? ലേശം വെള്ളം വെക്ക് ചായക്ക്. എൻ്റെ മോളെ, ഈ എന്താ അങ്ങനെ പോണത്? എന്നോട് ദേഷ്യം പിടിച്ചിട്ട് പോവുകയാണ് മോളെ. അതാണ് ഓക്കോളെ പുറേ പോവാൻ കഴിയണില്ല. ഞാനിവിടെ ഉള്ളതിനെ കൊണ്ട്. ഞാൻ പറഞ്ഞോളോട് ഈ പൊയ്ക്കോ, ഞാൻ ഇവിടെ നിന്നോണ്ടിരുന്നേ. അതിന് ഓക്ക് ഇവിടെ ആളില്ലാതെ എങ്ങനെയാ പോവുക, എങ്ങനെയാ പോവുക? എൻ്റെ മക്കളൊക്കെ എന്നെ വിളിക്കാൻ വന്ന്. പിന്നെന്താണെന്ന് എനിക്ക് കാലുവേദന കൊണ്ട് ഞാൻ എങ്ങോട്ടും പോയില്ല. നിങ്ങൾ പെരുന്നാളായിട്ട് ഏതാ മക്കളടുത്തേക്ക് പോയിക്കോളി വല്യമ്മ. അപ്പോൾ എന്നാലും ഇവിടുത്തെ താത്തക്കും പോവാലോ. ഇതെന്തേ വല്യമ്മ നിങ്ങൾ ഇങ്ങനെ കണ്ണിലേക്ക് നോക്കി നിൽക്കുന്നത്? കണ്ണിന്ന് വെള്ളം വരുന്നുണ്ടല്ലോ. ഇല്ല മോളെ, കണ്ണിന്ന് വെള്ളമൊന്നും വരുന്നില്ല. എന്തോ ആലോചിച്ച് നിന്ന് പോയതാ. മോള് ഇരിക്കി, ലേശം ചായ വെള്ളം ഞാൻ കാക്കിത്തരാം. ഓക്ക് ദേഷ്യം പിടിച്ച് പോട്ടെ, സാരല്ലേ, പെൺകുട്ടികളല്ലേ. ഓലിക്ക് പോലെ ഉമ്മൻ്റെയും മാപ്പൻ്റെയും ഒക്കെ എടുത്ത് പോകാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ പറഞ്ഞിട്ട് ഐറ്റിങ്ങൾ പോകണമില്ല. അതാണ് സങ്കടമായിപ്പോയി. എനിക്കും സങ്കടം വന്നതാ. മോളിരിക്കി, ഞാൻ ലേശം വെള്ളം കലക്കട്ടെ. ഈ പോവുകയാണോ മോളെ? ആയിക്കോട്ടെ മോളെ. എന്നാൽ എപ്പോഴെങ്കിലും വന്നാലൊക്കെ വരണം കേട്ടോ അങ്ങോട്ട്. വൈദ്യങ്ങളോട് പറയാൻ പറ്റുമോ? എനിക്ക് കുറേ മക്കളും കുട്ടികളുണ്ട്. ഒറ്റ കുട്ടീനെ വിളിക്കാനും വന്നില്ല, കാണാനും വന്നില്ല എന്ന് പറയാനാണ്.